Good morning to all. I am discussing about treatment of special expenses in cost accounts. First, obsolescence cost. Obsolescence cost is the sudden loss of value of an asset due to changes in market conditions or technology. അതായത് മാർക്കറ്റിൽ പുതിയ ടെക്നോളജി വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഉള്ള ടെക്നോളജിയിൽ അഡ്വാൻസ് ചെയ്യുന്നത് കൊണ്ടോ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മെഷീനറിയോ എക്യുപ്മെൻറ്റ്സോ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അതായത് ഔട്ട്ഡേറ്റഡ് ആവുക. അങ്ങനെ ആകുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് ഒബ്സൊളസൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ചില ഒബ്സൊളസൻസ് കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ചിലത് പറ്റില്ല. അപ്പോൾ ഈ അടിസ്ഥാനത്തിലാണ് ഒബ്സൊളസൻസ് കോസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. 2 സിറ്റുവേഷൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഒന്ന് ഫോർസീൻ ആൻഡ് നോട്ട് ഫോർസീൻ. ഫോർസീൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയൊരു ഒബ്സൊളൻസ് വരാനുള്ള ഈ ഒരു കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മെഷീന് ഔട്ട്ഡേറ്റഡ് ആകും എന്നത് ഒരു പരിധി വരെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫോർസീൻ. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അതായത് എത്രയാണോ ഇതുവഴി നഷ്ടം വരാൻ പ്രതീക്ഷിക്കുന്നത്, that is loss expected can be covered by providing an additional provision for depreciation. മെഷീൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു ലോസും കൂടി കവർ ചെയ്ത് കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അഡീഷണൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഇനി നോട്ട് ഫോർസീൻ, അതായത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് കോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. അടുത്തത് വേസ്റ്റ്. വേസ്റ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ബേസിക് റോ മെറ്റീരിയൽ വിച്ച് ഈസ് ലോസ്റ്റ് ഇൻ പ്രോസസ്സിംഗ് ആൻഡ് വിച്ച് ഹാസ് നോ റിക്കവറി വാല്യൂ. അതായത് പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ, മാനുഫാക്ചറിൻ്റെ ടൈമിൽ റോ മെറ്റീരിയലിൽ നിന്നുണ്ടാകുന്ന ഒരു പോർഷൻ, അതിനെയാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നോ റിക്കവറി വാല്യൂ. ഫോർ എക്സാമ്പിൾ ഡസ്റ്റ്, സ്മോക്ക്, ഗ്യാസ്. ആൻഡ് പിന്നെ വേസ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. വിസിബിൾ എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ അത് പറയുന്ന പോലെ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വേസ്റ്റാണ്. അതായത് വുഡ് ഐറ്റംസ്, ഇപ്പോൾ ക്ലോത്ത് മാനുഫാക്ചറിങ്ങിനാണെങ്കിൽ ക്ലോത്ത് ഐറ്റംസ്, അതിൻ്റെ പീസസ്, അതൊക്കെയാണ് വിസിബിൾ ആയിട്ടുള്ള വേസ്റ്റ്. ഇൻവിസിബിൾ വേസ്റ്റ് എന്ന് പറയുന്നത് ഗ്യാസ്, അങ്ങനത്തെ തരത്തിലുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വേസ്റ്റിനെ, നോർമൽ ആൻഡ് അബ്നോർമൽ. നോർമൽ എന്ന് പറയുന്നത് അൺഅവോയ്ഡബിൾ ആൻഡ് നോട്ട് എ ലോസ്. അബ്നോർമൽ പറയും അവോയ്ഡബിൾ ആൻഡ് എ ലോസ്. അത് അവോയ്ഡബിൾ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള ലോസുകളാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ലോസിന് ഉദാഹരണം പറയുമ്പോൾ ലീക്കേജ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ, അങ്ങനെയൊക്കെ. അബ്നോർമൽ വേസ്റ്റ് എന്ന് പറയുന്നത് ആക്സിഡൻറ്റ്, ഫയർ, തെഫ്റ്റ്, ഇങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റ് ആണ് പറയുന്നത്. നോർമൽ വേസ്റ്റിൻ്റെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ റിമൈനിങ് യൂണിറ്റ്സ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂഡ്. അബ്നോർമൽ വേസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വാല്യൂ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ ഓഫ് വേസ്റ്റ്. ഈ വേസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ടെക്നിക്സാണ് പറയുന്നത്. ഒന്ന്, ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഫോർ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, കൺസംഷൻ, closing stock, waste, etc. Second, the plant and machinery used for production should be properly maintained. Third, there must be proper storage of handling of materials. അടുത്തത്, purchase department should be assigned the responsibility of purchasing the right quality of raw material with proper specifications. Next one പറയുന്നത്, standards or norms for waste may be set up.
Last one, on the basis of reports, detailed investigations should be conducted and necessary corrective action should be taken. നെക്സ്റ്റ് പറയുന്നത് സ്ക്രാപ്പ്. സ്ക്രാപ്പ് ഈസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ coming out of certain type of manufacturing. It is usually of small quantity and of low value, recoverable without further processing. സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിന് ശേഷം ഉണ്ടാകുന്ന വുഡ് പീസസ്. ഇനിയിപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിൻ്റെ ശേഷം ഉണ്ടാകുന്ന ക്ലോത്ത് പീസസ്. ഇതിനൊക്കെ സ്ക്രാപ്പായി ട്രീറ്റ് ചെയ്യൽ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്ക്രാപ്പിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്, ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. അതിൽ ലെജിറ്റിമേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്രാപ്പ് മുൻകൂട്ടി അറിയാൻ പറ്റും. മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഇതിന് ശേഷം ഇങ്ങനെ ഒരു സ്ക്രാപ്പ് ഉണ്ടാകുമെന്ന്. അത്തരം സ്ക്രാപ്പിന് പറയുന്നതാണ് ലെജിറ്റിമേറ്റീവ് സ്ക്രാപ്പ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഡിസിഷൻ്റെ ആഫ്റ്റർ എഫക്റ്റായി വരുന്ന സ്ക്രാപ്പ്. അതായത് അവർ ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക, പാക്കേജിങ്ങിൽ മാറ്റം വരുത്തുക, അങ്ങനെയൊക്കെ മുഖേന ഉണ്ടാകുന്ന സ്ക്രാപ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്. മൂന്നാമത്തെ ഡിഫക്റ്റീവ് സ്ക്രാപ്പ്, അതായത് ഫ്രം പുവർ ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സ്ക്രാപ്പാണ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഡക്റ്റഡ് ഫ്രം ഫാക്ടറി ഓവർ ഹെഡ് ആൻഡ് ക്രെഡിറ്റഡ് ടു ജോബ് ഓർ പ്രോസസ്സ്. അതായത് ഫാക്ടറി ഓവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ ഈ സ്ക്രാപ്പ് വന്നിട്ടുള്ളത് അവിടേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ സ്ക്രാപ്പിൻ്റെ വാല്യൂ സ്മോൾ വാല്യൂ ആണെങ്കിൽ ക്രെഡിറ്റഡ് ടു കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ ഓഫ് സ്ക്രാപ്പ്. ഈ സ്ക്രാപ്പ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഫസ്റ്റ് വൺ, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ അറ്റ് പ്രൊഡക്റ്റ് ഡിസൈൻ സ്റ്റേജ്. സെലക്ഷൻ ഓഫ് റൈറ്റ് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ്സ്. തേർഡ് വൺ, സെലക്ഷൻ ഓഫ് റൈറ്റ് type of personnel with proper training and experience. Determination of acceptable limits of scrap. Reporting the source of waste, quantum of waste. Last one, fixation of specific areas of responsibility. അടുത്ത് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ്. വേസ്റ്റ് എന്ന് പറയുന്നത് ലോസ് ഇൻ ദ ഫോം ഓഫ് എവാപ്പറേഷൻ, shrinkage, dust or deterioration. സ്ക്രാപ്പ് എന്ന് പറയുന്നത് ലോസ് റിസൾട്ടിങ് ഫ്രം ട്രിമ്മിങ്, ബോറിങ്, ഫയലിംഗ് എക്സെട്ര. വേസ്റ്റ് ഇറ്റ് ഹാസ് നോ വാല്യൂ, അൺസെയിലബിൾ ആണ്. ബിക്കോസ് ഓഫ് ദ ഇറ്റ് ഹാസ് നോ വാല്യൂ. സ്ക്രാപ്പ് ഇറ്റ് ഹാസ് സം വാല്യൂ, ഇറ്റ് ഈസ് സെയിലബിൾ. വേസ്റ്റ് ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഫിസിക്കലി അവൈലബിൾ. Scrap it is always physically available. Waste എന്ന് പറഞ്ഞാൽ it is not suitable for reuse. Scrap it may be reused for some other job or process. Last one is spoilage. Spoilage is that part of production which has been damaged in the manufacturing operation. It can be used again as raw material either in the same process or in another process. It is man-made scrap. It occurs due to fault in operation, bad workmanship, use of defective raw materials, defective machines and faulty tool setting. It may be normal or abnormal. പിന്നീട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു എലമെൻ്റാണ് ഈ സ്പോയിലേജ്. അതായത് എന്താണ്, മാനുഫാക്ചറിങ് ഓപ്പറേഷൻ്റെ സമയത്തുണ്ടാകുന്ന ഡാമേജ്, അതിനാണ് പറയുന്നത് ഇത് മാൻമെയ്ഡ് സ്ക്രാപ്പാണ്. ഓപ്പറേഷനിൽ ഉണ്ടാകുന്ന ഫോൾട്ട്, ബാഡ് വർക്ക്മാൻഷിപ്പ്, അതുപോലെ തന്നെ ഡിഫക്റ്റീവായിട്ടുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, ഡിഫക്റ്റീവായിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് സ്പോയിലേജ്. ഓക്കെ, ഇത് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് if spoiled units are used in the same process as raw materials. ആ സെയിം പ്രോസസ്സിൽ തന്നെ റോ മെറ്റീരിയൽ
പ്രോസസ്സിന് തന്നെ റോ മെറ്റീരിയലായിട്ട് ഈ സ്പോയിൽഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഇഫ് സ്പോയിൽഡ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഇൻ അനദർ പ്രോസസ്സ്, വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റഡ് ഫ്രം വേർ ദ സ്പോയിലേജ് അറൈസ് ആൻഡ് ഡെബിറ്റഡ് ടു വേർ ഇറ്റ് ഈസ് യൂസ്ഡ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് എവിടെ നിന്നാണ് സ്പോയിലേജ് ഉണ്ടായത് അവിടെ നിന്ന് ക്രെഡിറ്റ് ചെയ്യുകയും എവിടെയാണ് യൂസ് ചെയ്യുന്നത് അവിടേക്ക് അത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ട്രീറ്റ്മെൻറ്റ്, ഇഫ് ദ സ്പോയിലേജ് ഈസ് അബ്നോർമൽ ഇൻ നാച്ചർ ആണെങ്കിൽ അത് കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആണ് ട്രീറ്റ് ചെയ്യൽ. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ ഓഫ് സ്പോയിലേജ്. സ്പോയിലേജിനെ കൺട്രോൾ ചെയ്യുന്നത്. First one, the design, engineering, production and the purchase department must be involved in the design of products. This would lead to proper design of products. Second one, the purchase department should select the right quality of materials with the proper specifications. Proper plan and machinery should be selected. Only those operators who have proper qualification, experience and training must be selected. Report on spoilage should be prepared for each department for fixing responsibility properly. അടുത്ത് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്രാപ്പ് ആൻഡ് സ്പോയിലേജ്. സ്ക്രാപ്പ് ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഇൻഹെറൻറ്റ് നാച്ചർ ഓഫ് മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻ. സ്പോയിലേജ് ഇറ്റ് അറൈസസ് ഡ്യൂ ടു സം ഡിഫക്ട്സ് ഇൻ ഓപ്പറേഷൻ ഓർ മെറ്റീരിയൽസ്. Scrap it involves only loss of material. Spoilage it involves not only loss of material but also loss of labor and overhead. Scrapൽ normal scrap is unavoidable. Spoilage it is avoidable. Scrap it occurs in the beginning. Spoilage it occurs more towards the finishing stage. These are the special treatments. Thank you.